ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ മാർക്കറ്റ് ഓവർവ്യൂ. നിഫ്റ്റി ക്ലോസ് ചെയ്ത് 12,938 64 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്ത് 44,180 227 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത് 29,749 568 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. നിഫ്റ്റിയുടെ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 12,874. ഇന്നത്തെ ഓപ്പണിംഗ് 12,860. ഒരു സ്ലൈറ്റ് വെരി മൈൽഡ് ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. ഡേ ഹൈ വെൻറ്റ് 12,948 ആൻഡ് ഡേ ലോ വാസ് 12,819. ആൻഡ് ഇന്ന് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളത് ഒരു സ്മോൾ ബുള്ളിഷ് ക്യാൻഡിലാണ്, ഡെയിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടിൽ. മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു റിമൈൻഡർ ഉണ്ട്. പ്ലീസ് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണം ഇതിൻ്റെ ഇടയിൽ. ഓക്കെ, ലൈക്ക് അടിക്കാനും മറക്കാറുണ്ട്. സോ പ്ലീസ് മറക്കാണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് അടിച്ചോ. അതുകൊണ്ട് ഒരു നഷ്ടവും വരില്ല. ഓക്കെ, ഉപകാരം ഉണ്ടാവുള്ളൂ നിങ്ങൾക്കും എനിക്കും. ഓക്കെ, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ഇപ്പം തന്നെ കേട്ടോ. താങ്ക് യു. ആൻഡ് നിഫ്റ്റിയുടെ ഒരു ടെക്നിക്കൽ വ്യൂ പ്രകാരം 12,800 ഈസ് ദ മേജർ സപ്പോർട്ട് സോൺ ഫോർ നിഫ്റ്റി. ആ 12,800 ബ്രീച്ച് ആവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഒരു നല്ലൊരു കറക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് 12,800 ആ ലെവലിലേക്ക് വരുമ്പോഴേക്കും ഡെഫിനറ്റ്ലി വി ഹാവ് ടു എക്സ്പെക്റ്റ് ഒരു ഷാർപ്പ് സെൽ ഓഫ് നിഫ്റ്റിയിൽ. അതിനൊരു സംശയവും വേണ്ട. ഓക്കെ, ഇനിയിപ്പോൾ നാളൊരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നമ്മളുടെ ഒരു റെസിസ്റ്റൻസ് കാണിക്കുന്നത് 13,000 ആണ്. ഓക്കെ, 13,000 ഒരു മേജർ റെസിസ്റ്റൻസിലുപരി അതൊരു സൈക്കോളജിക്കൽ ഒരു ലെവൽ കൂടിയാണ്, ഒരു സോണാണ് അത്. സോ നാളെ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ സർപ്പാസ് ചെയ്ത് സുഖമായിട്ട് നെക്സ്റ്റ് ഒരു മേജർ റെസിസ്റ്റൻസ് സോണിലേക്ക് എത്തും, വിച്ച് ഇസ് 13,200. അങ്ങനെ പ്രതീക്ഷിക്കാം. അതേസമയം നാളൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ 12,800 സോണിനോടുകൂടി അടുക്കുമ്പോഴേക്കും അവിടെ ഒരു നല്ലൊരു പാനിക് സെല്ലിങ് വി ഹാവ് ടു എക്സ്പെക്റ്റ്. ഓക്കെ, അതെന്തായാലും നടന്നിരിക്കും, അതിനൊരു സംശയവും വേണ്ട. സോ ട്രേഡേഴ്സ് ഷുഡ് കീപ് ദെയർ സ്റ്റോപ്പ് ലോസ് വെരി ടൈറ്റ്ലി ബിലോ 12,800. ഇന്ത്യ വിക്സ് ഫോൾ ബൈ ടുഡേ 3.43%, 19.13 നിന്ന് 19.12 ലെവലിലേക്ക്. സോ വോളറ്റാലിറ്റിക്ക് ചെറിയൊരു കൂൾ ഓഫ് സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് ഓപ്ഷൻ ഡാറ്റയിൽ പുട്ടിൻ്റെ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിക്കുന്ന 12,000 ആൻഡ് സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 12,500. അതേസമയം കോളിൻ്റെ OA കാണിക്കുന്നത് 13,000 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,500. ഏറ്റവും കൂടുതൽ പുട്ടിൻ്റെ റൈറ്റിംഗ് കാണാൻ കഴിഞ്ഞ് 12,800 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 12,900. അതേസമയം കോളിൻ്റെ റൈറ്റിംഗ് 13,500 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,200. ആൻഡ് ഒരു ട്രേഡിംഗ് റേഞ്ച് പ്രതീക്ഷിക്കാവുന്നത് 12,700 to 13,200 സോൺ. ഫ്രണ്ട്സ്, വൺസ് അഗൈൻ നിഫ്റ്റിയുടെ മെയിൻ സപ്പോർട്ട് സോൺ വരുന്നത് 12,800 ആണ്. അതായത് അതിന് മുകളിൽ നിഫ്റ്റി എന്തായാലും സസ്റ്റെയിൻ ചെയ്തിരിക്കണം. അത് ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി 12,750 ഇസ് ദ നെക്സ്റ്റ് സോൺ. ഐ ഡോണ്ട് തിങ്ക് സോ 12,750 ഒന്നും അധികം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു സോണായിട്ട് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പ് ഡൗൺ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നല്ലൊരു പാനിക് സെൽ ഓഫ് എന്തായാലും കാണാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. സോ ലെറ്റ്സ് സീ. അതേസമയം ഗ്യാപ്പ് അപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ 13,000 ഈസ് റെസിസ്റ്റൻസ് ആൻഡ് സെക്കൻഡ് സോൺ ഈസ് 13,200. എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക. എന്തായാലും നാളെ തന്നെ 13,000 ക്രോസ് ചെയ്തിരിക്കും. Friends, next is Bank Nifty. Bank Nifty, the previous closing was 29,181. Opening 2 days at 29,107 and a day high went to 29,784. Day low was 29,056 and in the close either 29,749 which is 568 points in the gain on it. Friends, Bank Nifty support zone 250 ആണ്, അതായത് 29,250 and Bank Nifty should sustain above that. ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ കാണിക്കുന്നത് 30,000 തന്നെയാണ്, ഒരു മേജർ ഹഡൽ തന്നെയാണത്. ആൻഡ് ലെറ്റ്സ് സീ. ഫ്രണ്ട്സ്, FISൻ്റെ ബൈ വാല്യൂ 10,146, സെൽ വാല്യൂ 7,075, നെറ്റ് വാല്യൂ 3,071. അതായത് 3,071 CRൻ്റെ ഒരു ബൈങ് ഇന്ന് FIS നടത്തിയിട്ടുണ്ട്. അതേസമയം DIS ബൈ വാല്യൂസ് 3,672, സെൽ വാല്യൂസ് 6,462, നെറ്റ് വാല്യൂസ് -2,789 ക്രോർസിൻ്റെ സെൽ ഓഫ് ഇന്ന് DISൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഫ്രണ്ട്സ്, നെക്സ്റ്റ് ഈസ് സ്റ്റോക്സ് ഫോർ ടുമാറോ ടു ട്രേഡ്. ഫസ്റ്റ് വൺ ഈസ് അംബുജ സിമെൻറ്റ്, ബൈ അറ്റ് 263 ആൻഡ് ടാർഗറ്റ് 267. ആൻഡ് ഷോർട്ട് സെൽ 260 ഷോർട്ട് എടുക്കാവുന്നതാണ്. ആൻഡ് ടാർഗറ്റ് ഈസ് 254.
Next is SBI Life. You can take 864 trader and target is 889. Short sell 849 short എടുക്കാവുന്നതാണ് and target is 834. Next is Tata Motors. Buy at 180. Target is 187 and short sell 169 short എടുക്കാവുന്നതാണ് and target should be 163. Next BPCL. Buy at 387. Target is 395. Short sell 378 short എടുക്കാവുന്നതാണ് and target 368. Next is DLF. Buy at 192. Target is 197. Short sell 188 short എടുക്കാവുന്നതാണ് and target 180. Next is Shriram Transport. Buy at 930 and target is 945. Short sell 914 short എടുക്കാവുന്നതാണ് and target 900. Next is M&M. Buy at 710. Target is 723. Short sell 697 short എടുക്കാവുന്നതാണ് target 682. Next is IndusInd Bank. Buy at 835. Target 850. Short sell 819 short എടുക്കാവുന്നതാണ് target up to you. Next is L&T. Buy at 1150. Target should be 1164. Short sell 1133 short എടുക്കാവുന്നതാണ് target up to you. Next is Dr. Reddy. Second one is Bata India. Third one is Indigo. Fourth one of course നമ്മളുടെ ബിഗ് ബോയ് റിലയൻസ്. ഈ പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം യു ക്യാൻ കീപ് ഇറ്റ് ഇൻ റഡാർ വെനെവർ യു ഗെറ്റ് ചാൻസ്. ഓക്കെ, ഗെറ്റ് ഇൻ, ബുക്ക് ദ പ്രോഫിറ്റ്. സോ ദർ ഇസ് നോ ടാർഗറ്റ് നോർ ട്രിഗർ. ചെയ്യുന്നത് ടോപ്പ് ലൂസേഴ്സ് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BPCL, ITC, ഹിന്ദുസ്ഥാൻ ലിവർ, ടൈറ്റൻ, ഹീറോ മോട്ടോകോപ്പ്, TCS, ഇൻഫോസിസ് എക്സെട്ര. അതേസമയം ഗെയിനേഴ്സ് വരുന്നത് ടാറ്റ മോട്ടോഴ്സ്, L&T, M&M, ബജാജ് ഫിൻസർവ്, SBI, ഇൻഡസ് ബാങ്ക്, അദാനി പോർട്ട്, ഐഷർ മോട്ടോഴ്സ്, XYZ. ആൻഡ് സെക്ടർ വൈസിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് വന്നിട്ടുള്ളത് ബാങ്കിങ് സെക്ടറും ഓട്ടോ സെക്ടറും തന്നെയാണ്. അതിലെടുത്ത് പറയേണ്ടത് PSU ബാങ്ക്സ് ആണ്. ആൻഡ് IT മേഖല ഇന്നും വീക്കായിട്ട് തന്നെ കാണപ്പെട്ടു. ഫ്രണ്ട്സ്, നാളെ വീക്ക്ലി എക്സ്പയറി ആണ്, അത് മറക്കണ്ട. And standard disclaimer once again. See, this is all my personal views. My views can get wrong. I have all rights to be wrong. So please don't follow it blindly. Just blindly. Okay? Please consult a financial advisor before you enter the market, or you do your own analysis and start trading. And don't forget to subscribe my channel. Please request and please subscribe my channel. Hit the like button. ഷെയർ ഇറ്റ്. മണി എന്തായാലും അടിച്ചോളൂ. ടിൻഡിങ്. ഹാപ്പി ട്രേഡിങ്. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.